നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് കാറ്റിംഗ് സംവിധാനം ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ദിനത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മഞ്ചേശ്വരത്ത് UDFനെതിരെ കള്ളവോട്ട് ആരോപണവുമായി കെ സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ നീക്കം നടക്കുന്നതാണ് കെ സുരേന്ദ്രന്റെ പരാതി. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. BJP അതേസമയം ആരോപണം തള്ളി. UDF പരാജയ ഭീതിയിലാണ് BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് AKM അഷ്റഫ് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. ഏപ്രിൽ 10 രാവിലെ 6 വരെ നിരോധനാജ്ഞ. കൊട്ടിക്കലാശത്തിൽ മസ്ജിദിൽ കയറി UDF പ്രവർത്തകർ. പടന്ന മുസ ഹാജി മുക്ക് സൽഫി മസ്ജിദിലാണ് UDF പ്രവർത്തകർ കയറിയത്. മുസ്ലിം ലീഗിൻ്റെയും INDUCയുടെയും കൊടി വീശി UDF പ്രവർത്തകർ. ദൃശ്യങ്ങൾ പുറത്ത്. ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിലുള്ള അവഗണന കാരണം സമുദായ അംഗങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയാണെന്ന് പരിവാര ഭർണ സംഘം. ഇടതുവലത് സർക്കാരുകളുടെ നേതാക്കൾക്ക് നിവേദനം നൽകിയിട്ടും വിഷയത്തിൽ പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഇതിനാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാറ്റുകര കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തണമെന്നാവശ്യം നാട്ടുകാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങി. വാർത്തകൾ വിശദമായി. വോട്ടെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് കാറ്റിംഗ് സംവിധാനം ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും, ഉദുമ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നായന്മാർമൂല TIHSSലും, കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ ഒരുക്കിയിരിക്കുന്ന വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ സജ്ജീകരണങ്ങളോടെ കൺട്രോൾ റൂം ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് ദിവസം എല്ലാ ബൂത്തുകളും ബൂത്ത് പരിസരങ്ങളും ഈ സംവിധാനത്തിലൂടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളും പോളിംഗ് നടപടികളും ഇതിലൂടെ സൂക്ഷ്മമായി വിലയിരുത്താൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S. ബിജു, വെബ്കാസ്റ്റിംഗ് നോഡൽ ഓഫീസർ S. ഫാന്റിൻ കൊർണേലിയസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, IT നോഡൽ ഓഫീസർ K. ലീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ദിനത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 വരണാധികാരികൾ, ഉപവരണാധികാരികൾ, 23 വിവിധ നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. പോളിംഗ് ദിനത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നിലവിൽ 6 BFCകൾ പോസ്റ്റൽ വോട്ട് ചെയ്യാനുണ്ട്. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ദിവസം കൂടുതൽ BFCകൾ സജ്ജീകരിക്കുമെന്നും ജില്ലയിലെ മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി വോട്ട് രേഖപ്പെടുത്തണമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പോസ്റ്റൽ ബാലറ്റിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 1242 വോട്ടാണ് പല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ വഴി ചെയ്തിട്ടുള്ളത്. PVC വഴി ചെയ്തിട്ടുള്ള 1217 ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് പേര് ചെയ്യാനുണ്ട്. കൂടുതലും പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഈ 8-ാം തീയതിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ഇനി ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ജില്ലകൾ നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 8-ാം തീയതി രാവിലെ 7 മണി തൊട്ട് തന്നെ
ഈ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലും സ്റ്റാർട്ട് ചെയ്യും. കൂടുതലായിട്ടുള്ള പരമാവധി ടീം, ഏകദേശം ഒരു മിനിമം ഒരു 7 ടീമെങ്കിലും ഓരോ മണ്ഡലത്തിലും വെക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എവിടേക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ സൗകര്യം അനുസരിച്ച് കൂടുതലായിട്ടുള്ള ടീമും നമ്മൾ സെറ്റപ്പ് ചെയ്യും. മോണിറ്റർ ചെയ്യും. ഇപ്പോൾ വെബ്കാസ്റ്റിംഗ് മുമ്പ് എങ്ങനെയാന്ന് പറഞ്ഞാൽ അകത്ത് മാത്രമാണുള്ളത്, ഇപ്രാവശ്യം പുറത്തുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലായിടത്തും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ട്രയൽ നടക്കും. നിങ്ങൾ ഏതെങ്കിലും ബൂത്ത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും, അകത്തും ക്യാമറയുണ്ട്, പുറത്തും ക്യാമറയുണ്ട്. അതൊന്ന്. പിന്നെ നമ്മൾ ആ മോണിറ്റർ ചെയ്യുന്ന ജില്ലാ കൺട്രോൾ റൂമിൽ നിന്ന് അത് മോണിറ്റർ ചെയ്യുന്നത് ഈ ഫോഴ്സുകളുണ്ട്. പിന്നെ എന്തെങ്കിലും നടപടിയൊന്നും നമ്മൾ സ്വീകരിക്കുക. പ്രത്യേകമായിട്ട് അതാ പറഞ്ഞു, ഓരോ പാർട്ടീസിനെയും ഫീഡ്ബാക്ക് എടുത്തിട്ട് അതും കൂടെ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും 30 വീതവും ഉദുമയിൽ 28ഉം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ 17 വീതവും പോളിംഗ് സംഘങ്ങളെയാണ് നിയോഗിച്ചത്. 85 വയസ്സ് കഴിഞ്ഞ 3281 പേർക്കും ഭിന്നശേഷിക്കാരായ 3529 പേർക്കുമാണ് ജില്ലയിൽ വീട്ടിൽ വോട്ട് അനുവദിച്ചത്. മരണപ്പെട്ടവർ, സ്ഥലം മാറ്റം, മറ്റ് അസൗകര്യങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ ചില വോട്ടർമാർക്ക് വീട്ടിൽ വോട്ട് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. ജില്ലയിലാകെ ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെയുള്ള 1146 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ബൂത്തിലും വോട്ടെടുപ്പിനാവശ്യമായ സാമഗ്രികൾ എത്തിച്ചതിനു പുറമെ വോട്ടർമാരെ സഹായിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. റാംപ് സൗകര്യം, തടസ്സമില്ലാത്ത വൈദ്യുതി, കുടിവെള്ളം, അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നതിനുള്ള ഫീഡിംഗ് മുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. വീൽ ചെയർ സൗകര്യവും വോട്ടെടുപ്പ് പ്രക്രിയകളിൽ സഹായിക്കുന്നതിനായി ഓരോ ബൂത്തിലും പ്രത്യേക ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനെത്തുന്ന കന്നി വോട്ടർമാരെ മധുരം നൽകി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകുന്നതിനുമായി വളണ്ടിയേഴ്സിന്റെ സേവനവും പോളിംഗ് ബൂത്തുകളിൽ ലഭ്യമാക്കും. ഡ്യൂട്ടിയിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങൾ എല്ലാ ബൂത്തുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറെ മുൻഗണന നൽകിക്കൊണ്ട് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഓരോ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തുകൾ വീതം സജ്ജീകരിക്കും. മാലിന്യരഹിത തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ജില്ലയിലെ 1146 ബൂത്തുകളിലായി ഹരിത കർമ്മസേനയുടെ 1500ഓളം അംഗങ്ങളെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജില്ലയിൽ 1146 ബൂത്തുകളാണുള്ളത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കും. ഏപ്രിൽ 9 രാവിലെ മോക്ക് പോൾ ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കും. ജില്ലയിലെ 268 ക്രിട്ടിക്കൽ ബൂത്തുകളിലും സുരക്ഷ ശക്തമാക്കും. കേന്ദ്രസേനകളായ BSF, CISF, തമിഴ്നാട് സ്പെഷ്യൽ പോലീസ്, മഹാരാഷ്ട്ര സ്പെഷ്യൽ പോലീസ്, SSB എന്നീ ഫോഴ്സുകളുടെ സേവനം ജില്ലയിലുണ്ട്. 171 മൈക്രോ ഒബ്സർവർമാർ ക്രിട്ടിക്കൽ ബൂത്തുകൾ നിരീക്ഷിക്കും. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വോട്ടർമാർക്ക് മികച്ച സൗകര്യങ്ങളോടെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പൂർണ്ണമായും നിയന്ത്രിക്കാനാകുന്ന പ്രത്യേക ബൂത്തുകളും സജ്ജമാക്കുന്നത്. വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള പ്രധാന രേഖ. വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കാൻ പറ്റാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. താഴെ പറയുന്ന തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കിയാലും വോട്ട് ചെയ്യാം. ആധാർ കാർഡ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരം നൽകിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനു കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയ സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ജീവനക്കാർക്ക് നൽകുന്ന സർവീസ് തിരിച്ചറിയൽ കാർഡ്, MP, MLA എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, ഭാരത സർക്കാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന സവിശേഷ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവയും തിരിച്ചറിയൽ കാർഡുകളായി ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് UDF-നെതിരെ കള്ളവോട്ട് ആരോപണവുമായി K. സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ നീക്കം നടക്കുന്നതായാണ് K. സുരേന്ദ്രന്റെ പരാതി. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി BJP. അതേസമയം ആരോപണം തള്ളി UDF പരാജയ ഭീതിയിലാണ്
BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് AKM അഷറഫ് പറഞ്ഞു. മഞ്ചേശ്വരത്ത് UDFനെതിരെ ഗുരുതര ആരോപണവുമായി NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്നാണ് K. സുരേന്ദ്രന്റെ പരാതി. പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ ശേഖരിച്ച് മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യുവാൻ നീക്കം നടക്കുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ കള്ളവോട്ടിന് ശ്രമിക്കുന്നതെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ ഭരണകൂടം ഈ ബൂത്തുകളിൽ കൃത്യമായി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും കൂടുതൽ സേനകളെ ബൂത്തുകളിൽ നിയോഗിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെയാണ് വിദേശത്തുള്ളവരുടെ കള്ളവോട്ട് ചെയ്യുവാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്നും BLOമാർ ഉടൻ തന്നെ വിദേശത്തുള്ളവരുടെ വിവരങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൈമാറണമെന്നും NDA തെരഞ്ഞെടുപ്പ് കൺവീനർ വിജയകുമാർ റൈ പ്രസ്താവനയിൽ അറിയിച്ചു. കള്ളവോട്ട് ചെയ്യുവാൻ UDFകാർ ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധമുണ്ടാകും. വിദേശത്തുള്ളവരുടെ സ്ലിപ്പുകൾ ലീഗുകാർക്ക് കൈമാറിയ BLOമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിജയകുമാർ റൈ ആവശ്യപ്പെട്ടു. അതേസമയം ആരോപണം UDF തള്ളി. പരാജയ ഭീതിയിലാണ് BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. ഏപ്രിൽ 10 രാവിലെ 6 വരെ നിരോധനാജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി കാസർഗോഡ് ജില്ലയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 163 വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ച ഈ ഉത്തരവ് ഏപ്രിൽ 7 വൈകുന്നേരം 6 മുതൽ ഏപ്രിൽ 10 രാവിലെ 6 വരെ നിലവിലുണ്ടാകും. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും വോട്ടെടുപ്പ് വേളയിൽ ക്രമസമാധാന നില നിലനിർത്തുന്നതിനുമായാണ് ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ജില്ലയിൽ നിയമവിരുദ്ധമായ സംഘം ചേരലുകൾക്കോ പൊതുയോഗങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ അനുമതിയുണ്ടായിരിക്കില്ല. മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരോ പ്രചാരകരോ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിനു മുൻപുള്ള 48 മണിക്കൂറിനുള്ളിൽ മണ്ഡലത്തിൽ തുടരാൻ പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ഏത് തരത്തിലുള്ള ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നതിനും കർശനമായ നിരോധനമുണ്ട്. പോളിംഗ് സ്റ്റേഷനുകൾക്കുള്ളിൽ നിരീക്ഷകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുമൊഴികെ മറ്റാർക്കും മൊബൈൽ ഫോണുകളോ വയർലെസ് സെറ്റുകളോ ഉപയോഗിക്കാൻ അനുവാദമില്ല. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ ചുറ്റളവിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ സ്ഥാപിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവ് പൊതുജനങ്ങളുടെ സാധാരണ ജീവിതത്തെയോ ജോലിയെയോ ബാധിക്കില്ല. വിവാഹങ്ങൾ, മരണാന്തര ചടങ്ങുകൾ, മറ്റ് സ്വകാര്യ ആഘോഷങ്ങൾ എന്നിവയ്ക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിനും നിയന്ത്രണങ്ങൾ ബാധകമല്ല. വോട്ടെടുപ്പിന് മുൻപുള്ള 48 മണിക്കൂറിൽ വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങൾക്കും തടസ്സമുണ്ടാകില്ല. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 206 പ്രകാരം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഏപ്രിൽ 9 ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊട്ടിക്കലാശത്തിൽ മസ്ജിദിൽ കയറി UDF പ്രവർത്തകർ. പടന്ന മൂസ ഹാജിമുക്ക് സലഫി മസ്ജിദിലാണ് UDF പ്രവർത്തകർ കയറിയത്. മുസ്ലിം ലീഗിന്റെയും INDUCയുടെയും കൊടിവീശി UDF പ്രവർത്തകർ. ദൃശ്യങ്ങൾ പുറത്ത്. ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിലുള്ള അവഗണന കാരണം സമുദായ അംഗങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയാണെന്ന് പരിവാര ബൾട്ട സംഘം. ഇടതു വലത് സർക്കാരുകളുടെ നേതാക്കൾക്ക് നിവേദനം നൽകിയിട്ടും വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെന്നും ഇതിനാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന IT സെല്ലിന്റെ ലിസ്റ്റിൽ ജാതിയുടെ പേര് ലഭ്യമല്ലാത്തതിനാൽ സമുദായ അംഗങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് സമുദായത്തിലെ അംഗങ്ങളെ വളരെയധികം പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഇടതു വലതു സർക്കാരുകളുടെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ നിവേദനം നൽകിയിട്ടും യാതൊരുവിധ പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ബണ്ട് സമാജത്തിന്റെയും പൂർണ്ണ സഹകരണവും പിന്തുണയും കാസർഗോഡ് ജില്ലയിലെ BJP സ്ഥാനാർത്ഥികൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. നമ്മളുടെ കാസർഗോഡിന്റെ ഈ ബണ്ട സമാജത്തിൽ ഏകദേശം
3000 കുടുംബങ്ങളാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ മൊത്തം. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. നേരത്തെ ഞങ്ങൾ കേട്ടു അവിടെ ഇരുന്നപ്പോ, കാസ്റ്റ് സംബന്ധപ്പെട്ട ഫെസിലിറ്റിയാണ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിനോ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. 2014 വരെ നമ്മളെ കാസ്റ്റിന്റെ പേര് കേരളത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 2014 ശേഷം ഈ 3000 കുടുംബം അടങ്ങുന്ന കാസ്റ്റിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ല, പേരേ ഇല്ല, നില്ലാണ്. ശേഷം അതുവരെ ഉണ്ടായിരുന്നു, അതിനുശേഷം ആ പേരേ അതിലില്ല. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ കുഞ്ഞിനെ ചേർക്കാൻ പോകുമ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാ സ്കൂളിലും ചോദിക്കുന്നത് കോമൺ ആണ്, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ചോദിക്കുന്നത് കോമൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് നമുക്ക് പ്രൊഡ്യൂസ് ആക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. ഇതുമായിട്ട് ആദ്യം ഞങ്ങൾ അത് ബന്ധപ്പെട്ട ചെറിയ വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലും സൂചിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് നോക്കാം, പ്രിന്റ് മിസ്റ്റേക്ക് വിട്ടുപോയതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, ഞങ്ങൾ മേലെ അറിയിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് ഡയറക്റ്റ് ഒരു മന്ത്രിന്റെ അടുത്തേക്ക് ഇവിടത്തേക്ക് പോകുന്നില്ല, പ്രശ്നം വലുതാകുമ്പോഴാണ് ഞങ്ങൾ പിന്നെ അതിന്റെ മേലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നത്. അപ്പൊ താഴെ തട്ടുന്നേ പറയാൻ തുടങ്ങി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല സാർ. അപ്പൊ ആദ്യം ഇവർ അച്ഛന്റെയും അമ്മേന്റെയും കാസ്റ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കൊടുക്കാൻ തയ്യാറായി. ഇപ്പൊ ഒരുപാട്, ഇപ്പൊ 26 എത്തി. വർഷം കഴിഞ്ഞ കണക്ക് ഉദ്യോഗസ്ഥർ മാറി വരുന്നു. അപ്പൊ അവർക്ക് പഴയ പ്രശ്നം ഇങ്ങനെയാണ് വന്നത് എന്നുള്ളത് അറിയുന്നില്ല. അവര് ഇപ്പൊ പുതിയ ആൾക്കാരാണ് വരുന്നത്. അവർ നോക്കുന്നത് ഈ പരിവാര ബണ്ട എന്നുള്ള പേര് ഇതിലുണ്ടോ? ഇതിലില്ല, നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങളെ പേര് ലിസ്റ്റിലില്ല, ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത് മനകണ്ട് ഞങ്ങള് 2019 ആവുമ്പോ സർക്കാരിന്റെ ബന്ധപ്പെട്ട, അപ്പോൾ മനസ്സിലായി നമുക്ക് ഇത് എളുപ്പത്തിൽ കിട്ടുന്നില്ല, കുറച്ച് മേലെ പോകണം. സർക്കാരിലെ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് അതിന് വേണ്ട അപേക്ഷകൾ കൊടുത്തു. അത് നമ്മളെ മൊബൈലിലുണ്ട്, ആ കൊടുത്ത ഗസറ്റഡിന്റെ നമ്പറൊക്കെ ഉണ്ട്, കൊടുത്തു, ഡോക്യുമെന്റ്. അത് കൊടുത്തതിന് ശേഷം സർക്കാരിന്ന് നോക്കാന്ന് പറഞ്ഞു. ഏകദേശം 2022 ആകുമ്പോൾ നമ്മൾക്ക് ഒരു മറുപടി കിട്ടും. എത്ര? 14 ശേഷം 2022 വരെ നമ്മളെ കാലതാമസം പിടിച്ചു. അതിന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അതിനൊരു സിറ്റിംഗ് വെച്ചിട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് സിറ്റിംഗ് 3 മാസത്തിനൊരിക്കൽ ഇപ്പൊ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ സിറ്റിംഗിൽ ജഡ്ജി ചോദിച്ചു നേരിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ഇവരെ പേര് ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ആ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഇവരെ പേര് ഇതുവരെ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്നില്ലാത്തത്? അപ്പൊ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അതിന് പറയാനുള്ള മറുപടിയില്ല. അതറിയാലോ സാർ, അങ്ങനെ സാർ, ഇങ്ങനെ സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെയും സിറ്റിംഗ് നടന്നതല്ലാണ്ട് നമ്മൾക്ക് അതിനൊരു പരിഹാരമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് അവർ വന്ന് നമ്മളെ പ്രതിനിധികളെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ പ്രശ്നം ഞങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കാന്ന്. അവർ ആ പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം പൊട്ടി, നമ്മൾക്ക് ചെയ്യാം, അവർ കൊടുക്കുമെന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ എല്ലാ സമാജത്തിന്റെ, അതായത് പരിവാര ബണ്ട സമാജത്തിന്റെ എല്ലാവരും ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് പരിവാര ബണ്ട സംഘ പ്രസിഡന്റ് ജയപ്രകാശ നായിക്, ട്രഷറർ സുരേന്ദ്ര നായിക് എം, അംഗങ്ങളായ ശരത് അമൈ, പുരുഷോത്തമ നായിക് എം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാറ്റുകര കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തണമെന്നാവശ്യം നാട്ടുകാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങി. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്തിലെ തായന്നൂർ വില്ലേജിൽ ജനവാസ കേന്ദ്രമായ മലയാറ്റുകരയിൽ പ്രവർത്തനം ആരംഭിച്ച വൻ മാഫിയയുടെ നേതൃത്വത്തിലുള്ള കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയും നീരുറവുകൾ വറ്റാൻ കാരണമാവുകയും ചെയ്യുന്ന കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് ദുർബല വിഭാഗങ്ങൾ താമസിക്കുകയും ചെയ്യുന്ന പ്രദേശത്താണ്. ജനങ്ങളുടെ ജീവിതം മുട്ടിച്ചുള്ള വികസനത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും പബ്ലിക് ഹിയറിംഗ് പോലും നടത്താതെ ലൈസൻസ് നൽകിയ സാഹചര്യം പരിശോധിക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിഷയസമിതി കൺവീനർ പ്രൊഫസർ ഗോപാലൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഞങ്ങൾ 4-5 പേരുടെ പേരിൽ കേസുണ്ടെന്ന്, ഞങ്ങൾ അവരുടെ പ്രദേശം അതിക്രമിച്ച് കയറി അവരുടെ JCBയുടെ ചില്ലെറിഞ്ഞു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് ഉണ്ടായത്. കേസ് ഭാഗ്യത്തിന് ആ CI അന്നത്തെ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി. ഞങ്ങൾ വിളിച്ചു,
അത് പിന്നെ എനിക്കറിയുന്നവർ, ഞാൻ പണ്ട് പിന്നെ ക്വിസ് നടത്തിയപ്പോൾ അതിൽ ക്വിസ് കേൾക്കാൻ വേണ്ടി വന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. ഒപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന പരിഷത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തകൻ മുരളി മാഷയുടെ അദ്ദേഹത്തെ നന്നായി അറിയുന്ന വള്ളിക്കോത്തുകാരനായ ആളായതുകൊണ്ട് ഒരുപാട് സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായതാണ്. ഇവർ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് കാണിക്കുന്നത് ഈ നടത്തിപ്പുകാർക്ക് ഈ അധികാര സംവിധാനത്തോടുള്ള അവരുടെ സ്വാധീനമാണ് ചേർക്കുക. കാരണം ഞങ്ങൾ ഈ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞങ്ങൾ പറഞ്ഞു അവരോട്. ജനകീയ സമിതി ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു തമ്പാൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന ഒന്നാം ദിന സമരത്തിൽ 46 പേർ പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർ സജിത ശ്രീകുമാർ, കെ ഹരികുമാർ, വി കെ രാജൻ, ഷിൻസ് ജോർജ്, എം ഡി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രമേശൻ മലയാറ്റുകര സ്വാഗതവും വിജി വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയകോട്ട മഹാമുറൂസ് ഏപ്രിൽ 9 മുതൽ 13 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാമുറൂസ് ഏപ്രിൽ 9 മുതൽ 13 വരെ തീയതികളായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 9 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് OP അബ്ദുള്ള സഖാഫി ഉദ്ഘാടനം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാമുറൂസ് ഹസ്രത്ത് ഫഖീർ തഖീ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ 2 വർഷത്തിൽ നടത്തിവരാറുള്ള ഉറൂസാണ് ഈ ഏപ്രിൽ മാസം 8-ാം തീയതി മുതൽ 13 വരെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് 8-ാം തീയതിയുടെ പരിപാടി ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് 9-ാം തീയതിയിലേക്ക് മാറ്റിയ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ, അവർ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവാസികൾ അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം നാട്ടിലേക്ക് അയച്ച് കുടുംബം പുലർത്തുന്ന ഒരു പ്രയാസം. സത്യം പറഞ്ഞെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ട് നമ്മളെ അവർ അറിയിക്കുന്നില്ല. അനസ് അമാനി പുഷ്പഗിരി മോട്ടിവേഷൻ ക്ലാസ് നടത്തും. സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 10-ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. അനസ് ബാഗവി കൊല്ലം മതപ്രഭാഷണം നടത്തും. 11-ന് ശനിയാഴ്ച പുനർനിർമ്മിച്ച പുതിയകോട്ട മസ്ജിദ് സയ്യിദ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മതപ്രഭാഷണം നടത്തും. 12-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജ്യോതി ദേവിസ് ഡയബറ്റീസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കും. രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം അബ്ദുൾ അസീസ് ലത്തീഫി ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മതപ്രഭാഷണം നടത്തും. ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. 13-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മൗലിദ് പാരായണം, വൈകിട്ട് 4 മണിക്ക് അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട, ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, സ്വാഗത സംഘം ചെയർമാൻ ഹനീഫ കുവൈറ്റ്, ജനറൽ കൺവീനർ BA റഫീഖ്, ട്രഷറർ അജ്വ ബഷീർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ സർഗാത്മക ക്യാമ്പിന് സമാപനമായി. ക്യാമ്പിന്റെ ഭാഗമായി പ്രകൃതി ചിത്രരചനയും ചരിത്ര സ്മാരക സന്ദർശനവും നടന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കലാപരവും സർഗാത്മകവുമായ ശേഷികളെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഭിനയം, സാഹിത്യ രചന, നാടൻപാട്ട്, ചിത്രരചന തുടങ്ങി വിവിധ ചേരുവകൾ കോർത്തിണക്കിയായിരുന്നു 5 ദിവസത്തെ ക്യാമ്പ്. മണിപ്രസാദ്, KT ബാബുരാജ്, രവി വാണിയമ്പാറ, രാജേന്ദ്രൻ പുല്ലൂർ, സ്മിത ഭരത്, ഹരി ശില്പി, വിനു വേലാശ്വരം, ഡോക്ടർ സോന ഭാസ്കർ,
വിവേക് പത്മനാഭൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രശസ്തരായ ആർപിമാരാണ് ക്യാമ്പിൽ സെഷനുകൾ കൈകാര്യം ചെയ്തത്. എല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ, എൻ്റെ വീട്, സ്കൂൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ. എന്നാൽ ഇന്ന് ഞങ്ങൾ കുട്ടികളാണ്. യുദ്ധം വന്നാലും പ്രകൃതിക്ഷോഭം വന്നാലും എല്ലാം ഞങ്ങളെയാണ് ബാധിക്കുന്നത്. ഞങ്ങളെ അനാഥരാക്കല്ലേ. ഏപ്രിൽ 7 നടന്ന ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ ക്യാമ്പ് കോർഡിനേറ്റർ PV ജനാർദ്ദനൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ദീപ വിനോദൻ, ശ്രീരേഖ ടീച്ചർ, ക്യാമ്പ് ഡയറക്ടർ മണിപ്രസാദ്, മദർ PTA അംഗങ്ങളായ ധന്യ അരവിന്ദൻ, സജിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പ്രകൃതി ചിത്രരചനയും ചരിത്ര സ്മാരക സന്ദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പരവനടുക്കം പൂലൂർ തറവാട് ശ്രീ മാരിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവവും മന്ത്രഗുളികന്റെ കെട്ടിക്കോലവും ഏപ്രിൽ 25 ശനിയാഴ്ച നടക്കും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നു. 25 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ഗണപതി ഹോമം നടക്കും. 6 മണിക്ക് ദീപാരാധന, മുടിപ്പ് പൂജ, ഗുരുവന്ദനം ചടങ്ങുകൾ നടക്കും. രാവിലെ 7 മണിക്ക് പരവനടുക്കം ശ്രീ മാരിയമ്മ ദേവസ്ഥാനം സംഘം അവതരിപ്പിക്കുന്ന ഭജന നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മാരിയമ്മ ദേവിയുടെയും മായാറാണി ദേവിയുടെയും ദർശനവുമുണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം നടക്കും. വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയും തുടർന്ന് കാളികാംബ ഭജന സംഘം മധൂർ അവതരിപ്പിക്കുന്ന ഭജനയുമുണ്ടാകും. രാത്രി 7 മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും. 8 മണിക്ക് മഹാപൂജ, മാരിയമ്മ ദേവിയുടെയും മായാറാണി ദേവിയുടെയും ദർശനം നടക്കും. 8:30 കരിങ്കാൽ സ്വരൂപനായ ശ്രീ മന്ത്രഗുളികന്റെ കെട്ടിക്കോലം നടക്കും. രാത്രി 12 മണിക്ക് നട അടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ഇത്തവണ ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്നും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അത്തിക്കോത്ത് വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ജനകീയ കളിയാട്ടം ഏപ്രിൽ 15, 16 തീയതികളിൽ നടക്കും. കുലകൊത്തൽ അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. അത്തിക്കോത്ത് AC നഗർ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ജനകീയ കൂട്ടായ്മയിലുള്ള കളിയാട്ട ഉത്സവം ഏപ്രിൽ 15, 16 തീയതികളിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി കുലകുത്തൽ, അടയാളം കൊടുക്കൽ എന്നിവ നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ നേരത്തെ തയ്യാറാക്കിയ ദേവസ്ഥാനം പരിസരത്തെ വീടുകളിൽ നിന്നാണ് വാഴക്കുല കൊത്തി ക്ഷേത്രങ്ങളിൽ എത്തിച്ച് വിവിധ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സൂക്ഷിച്ച് ദേവസ്ഥാനം ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതിനാണ് കുലകുത്തൽ നടത്തിയത്. തുടർന്ന് കോലധാരികൾക്കും ആചാരസ്ഥാനികർക്കും കളിയാട്ടം ഏറ്റെടുക്കുന്നതിനായി അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആദ്യ ദിവസം വൈകുന്നേരം 6 മണിക്ക് വാദ്യമേളം, തുടർന്ന് തെയ്യം കൂടൽ, തൊണ്ടച്ചൻ തെയ്യം, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം. ഉത്സവത്തിന്റെ ഭാഗമായി ആദ്യ ദിവസം വൈകുന്നേരം 6 മണിക്ക് വാദ്യമേളം, തുടർന്ന് തെയ്യം കൂടൽ, തൊണ്ടച്ചൻ തെയ്യം, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം എന്നിവയും കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് കാറ്റിംഗ് സംവിധാനം ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ദിനത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മഞ്ചേശ്വരത്ത് UDFനെതിരെ കള്ളവോട്ട് ആരോപണവുമായി K. സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ നീക്കം നടക്കുന്നതാണ് K. സുരേന്ദ്രന്റെ പരാതി. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകി. BJP അതേസമയം ആരോപണം തള്ളി. UDF പരാജയ ഭീതിയിലാണ് BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് AKM അഷ്റഫ് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. ഏപ്രിൽ 10 രാവിലെ 6 വരെ നിരോധനാജ്ഞ.
കൊട്ടിക്കലാശത്തിൽ മസ്ജിദിൽ കയറി UDF പ്രവർത്തകർ. പടന്ന മുസ ഹാജി മുക്ക് സൽഫി മസ്ജിദിലാണ് UDF പ്രവർത്തകർ കയറിയത്. മുസ്ലിം ലീഗിൻ്റെയും INDUCയുടെയും കൊടി വീശി UDF പ്രവർത്തകർ. ദൃശ്യങ്ങൾ പുറത്ത്. ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിലുള്ള അവഗണന കാരണം സമുദായ അംഗങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയാണെന്ന് പരിവാര ഭർണ സംഘം. ഇടതുവലത് സർക്കാരുകളുടെ നേതാക്കൾക്ക് നിവേദനം നൽകിയിട്ടും വിഷയത്തിൽ പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഇതിനാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാറ്റുകര കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തണമെന്നാവശ്യം നാട്ടുകാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങി. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.